ഹായ്! ജേർണലിങ്ങിന് വേണ്ടിയൊക്കെ നമുക്കൊരു ബുക്ക് ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ബൈൻഡിങ് ചെയ്തിട്ടാണ് ബുക്ക് ഉണ്ടാക്കുന്നത്. ഗ്ലൂ ഒന്നും തന്നെ യൂസ് ചെയ്യാത്ത സാഡിൽ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബൈൻഡിങ് പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ബിഗിനറൊക്കെയാണ് ബുക്ക് ബൈൻഡിങ്ങിലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ടെക്നിക്കാണ് സാഡിൽ സ്റ്റിച്ച്. അപ്പോൾ ഇത് ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 A4 ഷീറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും രണ്ടായിട്ട് മടക്കുമ്പോൾ നമുക്ക് ബുക്കിൻ്റെ ആ ഒരു A6 ഷേപ്പ് കിട്ടും. ഇനി ഓരോ മടക്കിയ സാധനത്തിൻ്റെ അകത്തും ഓരോന്നോരോന്ന് അടുക്കി അടുക്കി വെച്ചിട്ട് നമുക്ക് ബുക്കിൻ്റെ ആ ഒരു ഷേപ്പാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിന് നമുക്കൊരു പുറന്താൾ വേണം. അതിനുവേണ്ടി ഞാനൊരു ബ്രൗൺ കളറിലെ ഷീറ്റാണ് എടുക്കുന്നത്. അതും ഇതേ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇട്ട് കൊടുക്കാനുള്ള കറക്റ്റ് സെൻറ്റിമീറ്റർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിട്ടുള്ളത് വേണം ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങുന്നത് ഇതിൻ്റെ മിഡിൽ ഹോളിൽ നിന്നാണ്. എൻ്റെ ഇവിടെ മിഡിൽ ഹോൾ എന്ന് പറയുന്നത് 4 ആണ്. 4ൽ നിന്ന് തുടങ്ങി 3ലേക്ക് പോകണം. പിന്നെ 2 പിന്നെ 1 എന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഇതിങ്ങനെ തിരിച്ച് 4 വരെ എത്തിക്കുകയും ചെയ്യണം. ഇത് പറഞ്ഞു തരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് 4ൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ഇത് 5, 6, 7ലേക്ക് പോകണം. ഇത് വീണ്ടും തിരിച്ച് 4ലേക്ക് തന്നെ എത്തണം. ഇങ്ങനെയാണ് സാഡിൽ സ്റ്റിച്ച് പോകുന്നത്. എന്നിട്ട് മിഡിലിൽ തിരിച്ചെത്തുമ്പോഴത്തേക്ക് 4ൽ എത്തുമ്പോഴത്തേക്കും നമുക്കിത് വീഡിയോയിൽ കാണുന്നത് പോലെ നോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി 2, 3 നോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക. സാഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പേപ്പറുകളൊക്കെ പുറത്തായിട്ട് തള്ളി നിൽക്കുന്നത് പോലെ തോന്നും. അതൊക്കെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബുക്ക് കിട്ടും. പിന്നെ ഇത് ജേർണൽ ചെയ്യാനായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കവർ പേജൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.